ആപ്കെ അദാലത്തിൽ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയുടെ മേലുള്ള കുറ്റാരോപണം. തീവ്രവാദികളെ കുറ്റവിമുക്തരാക്കിയത് ഇദ്ദേഹം കാരണമാണ്. ഡോക്ടർ സാർ, ഈ ഇലക്ഷനിൽ വന്ന വലിയൊരു ചർച്ച എന്താണെന്ന് വെച്ചാൽ അസർ മസൂദിനെ കുറിച്ചാണ്. ജസ്വന്ത് സിംഗ് ഫ്ലൈറ്റിൽ കൂട്ടിക്കൊണ്ടുപോയി കാന്തഹാറിൽ വിട്ടിട്ട് വന്നു. പിറ്റേ ദിവസമാണ് കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞത്. താങ്കളാണ് അപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നിങ്ങൾ ഇത് മറന്നു. മുൻപേ എന്നെക്കൊണ്ട് 5 പേരെ റിലീസ് ചെയ്യിപ്പിച്ചു. നമ്മുടെ VP സിംഗ് സാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത് താങ്കളോട് ആരെങ്കിലും റിലീസ് ചെയ്യാൻ പറഞ്ഞു? ഞാൻ പറയാം. 5 പേരെ എന്നോട് റിലീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അപ്പോഴും സമ്മതിച്ചില്ല. അവരെ റിലീസ് ചെയ്യല്ലേന്ന് പറഞ്ഞു. പക്ഷേ അവരതൊന്നും ശ്രദ്ധിച്ചില്ല. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് അവർ 2 പേരും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. പിന്നെ IK ഗുജ്റാൽ സാർ പ്രൈം മിനിസ്റ്ററായി. ഗുജ്റാൽ സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ. പിന്നെ എനിക്ക് സെക്കൻഡ് ചാൻസ് കിട്ടിയപ്പോൾ ആ സമയത്ത് മൗലാന ആസാദ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക എന്താ സംഭവിച്ചതെന്ന്. ഞാൻ ജസ്വന്ത് സിംഗിനോട്, അദ്വാനി സാറിനോട് അങ്ങനെ ചെയ്യരുതെന്ന് ഒരുപാട് പറഞ്ഞു. ഇതെങ്ങനെ മാറുമെന്ന് വെച്ചാൽ ഇതിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും. അവരോട് ഞാൻ ഒരുപാട് അപേക്ഷിച്ചു. പക്ഷേ ഇതിപ്പോൾ നിങ്ങളോട് പറയുന്നതിന് മാപ്പ് ചോദിക്കുന്നു. മീഡിയ ഈ കാര്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് വെച്ചാൽ, നോക്കുകയാണെങ്കിൽ മീഡിയയിൽ ഇത് മാത്രമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. വാജ്പേയിയുടെ വീട്ടിന് മുൻപിൽ റോട്ടിൽ ജനങ്ങൾ തടിച്ചുകൂടി. നമ്മുടെ ബന്ധുക്കളെ തിരിച്ചു കൊണ്ടുവരൂ, അതിന് എന്ത് വേണമെങ്കിലും ചെയ്യൂ. അവരെ മീഡിയയിൽ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് അതാണ് വേണ്ടത്, വേറെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, ഞങ്ങളെ ബന്ധുക്കളെ കൊണ്ടുവരൂ. പിന്നെ മീഡിയ ഇതിന് ഹൈപ്പ് നൽകിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ വേറെ ഓപ്ഷനേ ഇല്ല എന്നാണ്. അവർക്കത് മറക്കാൻ കഴിയുന്നില്ല, അവരെ തിരിച്ചു കൊണ്ടുവരൂ എന്ന്. അത് വളരെ തെറ്റായ കാര്യമാണ്. ഒരുപക്ഷെ ആ സമയത്ത് ആ ഫ്ലൈറ്റിൽ അവരെ വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ലോകം തന്നെ ഇങ്ങനെ പറഞ്ഞേനെ, അതായത് ഇന്ത്യ തീവ്രവാദത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണ്, അവർ തീവ്രവാദത്തിന് എതിരായി നിൽക്കുന്നു എന്ന്. പക്ഷെ ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്റെ അറിവിൽ അതിന്റെ പ്രത്യാഘാതം കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ ഒരുപാട് കൂട്ടം വന്നു. ഡോക്ടർ സാർ, താങ്കൾ ഇതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അത് എതിരായി പ്രൊട്ടസ്റ്റ് ചെയ്തു. അതെ. പക്ഷെ അത് എങ്ങനെയുള്ളൊരു ശക്തിയാണ്? അതായത് ആരാണ് താങ്കളെ നിർബന്ധിച്ചത്? രജത്, നിനക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം എന്തിനാ എന്നെ കൊണ്ട് ആ പേര് പറയിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ജനങ്ങൾ ഇതിനെക്കുറിച്ച് മറന്നാൽ നന്നായി. പബ്ലിക് അറിയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടല്ലേ? ഞാൻ അവർക്ക് വേണ്ടിയാണ് താങ്കളോട് ചോദിക്കുന്നത്. അപ്പോ NDA ഗവൺമെന്റ്, പിന്നെ NDA ഗവൺമെന്റിൽ ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം, ഹോം മിനിസ്റ്റർ നമ്മുടെ അദ്വാനി സാർ, പിന്നെ ജശ്വന്ത് സാർ ഫോറിൻ മിനിസ്റ്റർ. ഈ തീരുമാനം സ്വീകരിക്കുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും എല്ലാവരും, പ്രൈം മിനിസ്റ്റർ വാജ്പേയി സാറും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതാണ് തീരുമാനിച്ചത്, അവരെ വിട്ടേക്കണമെന്ന്. പക്ഷേ ഞാൻ 3 മണിക്കൂർ മുൻപേ ആ ഓഫീസേഴ്സിനോട് അങ്ങനെ നടക്കില്ലെന്ന് പറഞ്ഞു. ഫോണിൽ പറഞ്ഞു, ഗവർണർ സാർ, സക്സേന സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തോടും പറഞ്ഞു നിങ്ങൾ ചോദിക്കൂ. സാർ ഇത് വലിയ തെറ്റാകുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ നമ്മൾ ഈ ത്യാഗം ചെയ്തില്ലെങ്കിൽ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് കേട്ടില്ല. പിന്നെ ആ മൗലാന മസൂദ് അസർ പാകിസ്ഥാനിലിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് തീവ്രവാദികളെ പറഞ്ഞു വിടുന്നു. അതിനെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹം ആ രാജ്യവും നശിപ്പിക്കുകയാണ്. ആര് നമുക്ക് വേണ്ടി കുഴി കുഴിച്ചുവോ ഇന്ന് അവർ തന്നെ ആ കുഴിയിൽ വീഴുകയാണ്. തീവ്രവാദം അവരെ തന്നെ ഭക്ഷിക്കുകയാണ്. ഇന്ന് ഓരോ നഗരത്തിലെ ജനങ്ങളോടും അവർ പറയുന്നു രാജ്യം വിട്ടു പോകാൻ. കാരണം ഞങ്ങൾ വരാൻ പോകുന്നു, ബോംബിടാൻ പോകുന്നു എന്ന് താലിബാൻ ഓപ്പണായിട്ട് പറയുന്നു. ദിവസം വായിക്കുന്നുണ്ട് താലിബാൻ ലാഹോറിനെ വിട്ടിട്ട് കറാച്ചിയെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. എല്ലാ നഗരത്തിലെ ജനങ്ങളോടും അവർ പറയുന്നു ഈ രാജ്യം വിട്ടു നിങ്ങൾ പോകൂ എന്ന്. ഇപ്പോൾ ഞങ്ങൾ ഈ നഗരത്തെ ആക്രമിക്കാൻ പോകുന്നുവെന്ന്. ഏത് മൃഗത്തെയാണോ അവർ സൃഷ്ടിച്ചത്, ഇപ്പോൾ ആ മൃഗം തന്നെ അവരെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആപത്ത് ഇന്ത്യക്ക് ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മാത്രം കരുതരുത്. ഈ അപകടം ഇന്ത്യക്ക് മാത്രമാണെന്ന്. മുഴുവൻ ലോകത്തിനും തീവ്രവാദികളെ കൊണ്ട് പ്രശ്നമുണ്ട്. നമുക്കിത് എന്നും ഒരു ചെറിയ പാത്രത്തിൽ മൂടിവെക്കാൻ പറ്റില്ല. അതിന്റെ ലക്ഷ്യം വളരെ വലുതാണ്. ഒരുപക്ഷെ നമ്മൾ ഇതിനെ എതിർത്ത് നിന്നാൽ അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ മാത്രമേ പറയൂ, നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഇതിനെതിരെ പോരാടണമെന്ന്.
അതുവരെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. ഇത് ഈ മുഴുവൻ ലോകത്തിന്റെയും പോരാട്ടമാണ്, ഇന്ത്യയുടെ പോരാട്ടം മാത്രമല്ല. നമ്മൾ ഇത് ഇന്ത്യയുടെ മാത്രം പോരാട്ടമാണെന്ന് വിചാരിക്കരുത്. ഇത് മുഴുവൻ ലോകത്തിന്റെയും പോരാട്ടമാണ്. നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കണമെങ്കിൽ, പിന്നെ അവർക്ക് നല്ലൊരു ജീവിതം നൽകണമെങ്കിൽ, അവർക്ക് സ്വാതന്ത്ര്യം നൽകണമെങ്കിൽ, പിന്നെ ജനിക്കാനിരിക്കുന്നവരെയും സംരക്ഷിക്കണമെങ്കിൽ, ഇവരെല്ലാവരും നന്നായിരിക്കണമെന്ന് വിചാരിച്ചാൽ തീവ്രവാദം നമ്മൾ ഇല്ലാതാക്കണം. മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ സർ, 26/11 മുംബൈ അറ്റാക്കിന്റെ സമയത്ത്, നമ്മുടെ മുംബൈ ആക്രമിച്ച സമയത്ത് നമ്മുടെ പവർ യൂസ് ചെയ്തുകൊണ്ട് പാകിസ്ഥാനിലുള്ള തീവ്രവാദി ക്യാമ്പുകളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടതല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്തിരിക്കേണ്ടത്? ഇതാണ് തീവ്രവാദികളും ആഗ്രഹിച്ചത്. തീവ്രവാദികൾ ഈ യുദ്ധം വലുതാകണമെന്ന് ആഗ്രഹിച്ചു. പിന്നെ ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ടാൽ പിന്നെ അവരുടെ ആളുകൾ ഇന്ത്യൻ മിലിറ്ററിക്കൊപ്പം ചേർന്ന് ഒരു ഇസ്ലാമിക ഫ്രണ്ട് സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് സംഭവിച്ചേനെ. എന്റെ അറിവിൽ മൻമോഹൻ സിംഗ് സാർ ഒരു ബുദ്ധിപരമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു ചെറിയ ഗവൺമെന്റ് ഇപ്പോൾ വിജയിച്ച് വന്നിരിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്തു വന്നതാ. നമ്മൾ അത് സംരക്ഷിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ വീണ്ടും മിലിറ്ററി റൂളെ വരികയുള്ളൂ. മിലിറ്ററി റൂൾ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും, ഇപ്പോഴും കാണുന്നുണ്ടാകും. കാരണം ആ സമയത്ത് അദ്ദേഹം വളരെ ബുദ്ധിപരമായ നീക്കങ്ങളാണ് നടത്തിയത്. അതിന് ഈ ലോകം തന്നെ പ്രശംസിച്ചിരുന്നു. പക്ഷേ ഇപ്പോ മുമ്പത്തെക്കാളും കൂടുതലായിരിക്കല്ലേ? താലിബാൻ നമ്മുടെ വാതിക്കൽ വരെ എത്തിയിരിക്കുക വന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ഇതും പറയാം, ഇന്ന് ലോകം ഈ അപകടം വീക്ഷിക്കുകയാണ്. പിന്നെ ഇന്ത്യയും ഈ അപകടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ മാത്രം ചിന്തിക്കരുത്, ഇപ്പോ ഒന്നും സംഭവിക്കുന്നില്ലെന്ന്. ഇവർ കഴിയുന്നിടത്തോളം ഈ തീവ്രവാദികൾക്കെതിരായി ഒന്നിച്ചു പോരാടുകയാണ്. ഡോക്ടറെ സാർ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അസർ മസൂദിനെ കാന്തഹാറിലേക്ക് വിടാൻ പോയപ്പോ അപ്പോൾ ധാരാളം പണവും, അതായത് ഫോറിൻ കറൻസിയും ഒപ്പം അതേ ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്തു എന്ന് കേട്ടു. അത് സത്യമാണോ? ആ ഫ്ലൈറ്റിൽ എന്തുണ്ടായിരുന്നു, എന്തു പോയെന്ന് എനിക്കറിയില്ല. അതിൽ 3 തീവ്രവാദികൾ പോയി എന്ന് മാത്രം എനിക്കറിയാം. അതിൽ പണം കൊണ്ടുപോയോ ഇല്ലയോ എന്ന് നിങ്ങൾ ആപ്കി അദാലത്തിലേക്ക് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തണം. പിന്നെ റൂബിയ സയ്യദിനെ കടത്തുന്ന സമയത്ത് നമ്മൾ 5 തീവ്രവാദികളെയാണ് റിലീസ് ചെയ്തത്. അങ്ങനെ ആ 5 തീവ്രവാദികളെ റിലീസ് ചെയ്യാൻ താങ്കളുടെ മേൽ ശരിക്കും പ്രഷർ ചെയ്തു. അത് ആരൊക്കെയാണ് എന്ന് പറയാൻ പറ്റുമോ? ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അത് VP സിംഗിന്റെ ഗവൺമെന്റ് ആയിരുന്നു. അതിൽ മുഫ്തി സാർ, അവരുടെ ഹോം മിനിസ്റ്റർ. എന്റെ തെറ്റ് ഇത് മാത്രമാണ്. അത് ഞാൻ ഇന്നും സമ്മതിക്കുന്നു. ഞാൻ ആ സമയത്ത് എന്റെ രാജിക്കത്ത് അദ്ദേഹത്തിന് നൽകണമായിരുന്നു. ഇതാ പിടിക്കൂ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യൂ. പിന്നെ ഫാറൂഖ് അബ്ദുള്ളക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അതെന്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഞാൻ മരിക്കും വരെ ഈ തെറ്റ് നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ തെറ്റ് തന്നെ താങ്കൾ 2 പ്രാവശ്യം ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ ആ തെറ്റ് ചെയ്തു. പക്ഷെ ആദ്യം ആ തെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴും ചെയ്യില്ലായിരുന്നു. ഇന്ത്യയിൽ താങ്കൾ മാത്രമല്ല, ജമ്മു കാശ്മീരിൽ ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, അല്ല മറ്റുള്ള സ്ഥലത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും അവരെ ഈ കാരണത്തിന് വേണ്ടി ഫോഴ്സ് ചെയ്യാൻ പാടില്ലെങ്കിൽ താങ്കൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഇന്ത്യക്കാർ ഇത് അറിയാൻ ഞാൻ എന്താ വിചാരിക്കുന്നു വെച്ചാൽ, ഇന്നുള്ള ഇന്ത്യൻ ഗവൺമെന്റ് ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാവരും ചേർന്ന് അവരോട് അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഓർത്തോളൂ, ഇത് ഓട്ടോക്രാറ്റിക് റൂൾ അല്ല, ഇത് ഡെമോക്രസിയാണ്. ഡെമോക്രസിയിൽ പ്രധാനപ്പെട്ടത് നിങ്ങളാണ്, ഞങ്ങളല്ല. നിങ്ങൾ കാരണമാണ് ഞങ്ങൾ കാരണം നിങ്ങളല്ല. നിങ്ങളാണ് ഞങ്ങളെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളെ ഇല്ലാതാക്കാം. ഒരുപക്ഷെ ആ സമയത്ത് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒന്നിച്ച് ഇല്ലെന്ന് പറഞ്ഞാൽ, നമ്മൾ അവരെ വിടരുതെന്ന് പറഞ്ഞാൽ, ഒരു അമ്മയുടെ മകനും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ നിങ്ങളോടും ഒരു കാര്യം പറയാം. എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ അഭിമാനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ സമയത്ത് ഇന്ത്യയിലെ യുവാക്കൾ, ആണും പെണ്ണും വയസ്സായവരും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഞങ്ങൾ ഇത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പോൾ ആ ഗവൺമെന്റ് ആ കാര്യം ചെയ്യില്ല. സർദാർ സാർ, താങ്കൾ ചോദിക്കും. അതാ ഇവിടെ ഇങ്ങനെ തന്നെ. തീർച്ചയായും. ആദ്യം സർദാർ സാറിന് കൊടുക്കൂ. വാഹിഗുരു ജി ദ ഖാൽസാ തെ വാഹിഗുരു ജി ദി ഫതഹ്. സർ, ഇപ്പോൾ നിങ്ങൾ തീവ്രവാദത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പൊതുജനങ്ങളും അതിനെ എതിർക്കണമെന്നാണ്. പക്ഷേ പൊതുജനങ്ങൾ എപ്പോഴും പൊതുജനങ്ങളാണ്. അവർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് സർ? എവിടെ പോയി ചേരാൻ? അതായത് അവരുടെ ചോദിക്കുന്നത്. ദേ നോക്കൂ, പൊതുജനം ഒന്നായി കഴിഞ്ഞാൽ അത് എങ്ങനെയുള്ള ശബ്ദമായി മാറുമെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അതിശയിച്ചു പോകും. പൊതുജനങ്ങൾക്ക് രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ കഴിയും.
പൊതുജനങ്ങളെയാണ് ഞങ്ങളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളില്ലാതെ ഞങ്ങളെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഡോക്ടർ സാർ, താങ്കൾ ഇലക്ഷന്റെ സമയത്ത് മാത്രമേ ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാവൂ. അല്ലല്ല, ഞാൻ അതിനുശേഷവും. ശരി സർ, ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ സർ. എങ്ങനെയാണ് അവരുടെ അടുത്ത് പോകേണ്ടതെന്ന് പറയൂ സർ. ചോദിക്കൂ, ഞാൻ പറയാം. എത്രയോ വഴികളുണ്ട്. ഒരു വഴി, ജനങ്ങൾ ഒന്നാകണം, ഒത്തൊരുമിച്ച് ഒരു വലിയ ജാഥ തന്നെ നയിക്കണം. പിന്നെ മിനിസ്റ്റേഴ്സിന്റെ വസതിയിലേക്ക് പോയി നിങ്ങൾ അവരോട് പറയണം, നിങ്ങൾ അവരോട് ചോദിക്കണം, തീവ്രവാദികളെ നിങ്ങൾ എങ്ങനെ മോചിപ്പിക്കുമെന്ന്. ജനങ്ങൾ അവരുടെ വീട്ടിന് മുൻപിൽ കിടന്നാൽ ഉടൻ തന്നെ മീഡിയ അവിടെ എത്തും. ഇന്ന് മീഡിയ വളരെ സ്ട്രോങ് ആണ്. ഇന്ന് മീഡിയയ്ക്ക് ഇങ്ങനെയുള്ള കാര്യം എങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുമെന്നാൽ കസേരകൾ ഇളകാൻ തുടങ്ങും, വീടുകൾ ഇളകാൻ തുടങ്ങും. ഇന്ന് മീഡിയയുടെ കയ്യിലാണ് എല്ലാം. നമ്മൾ മീഡിയയെ ഉണർത്തണം. സർ, എനിക്ക് നിങ്ങളൊന്ന് ചോദിക്കാനുണ്ട്. നിങ്ങൾ NDAയുടെ ഭാഗമായിട്ട് വാജ്പേയി സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് സാറിന്റെ കൂടെയും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവർ രണ്ടുപേരുടെയും വ്യക്തിത്വത്തിലെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പങ്കുവയ്ക്കാമോ സർ? ദേ നോക്കൂ, വാജ്പേയി സർ വളരെ നല്ല തലവനാണ്. ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, പക്ഷേ ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഇന്ത്യയോട് സ്നേഹമുണ്ടായിരുന്നു. അത് ഇന്നുമുണ്ട്, അപ്പോഴും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ ഉള്ളവരെ അതുണ്ടാകും. അതേ സ്നേഹം തന്നെയാണ് മൻമോഹൻ സിംഗ് സാറിനും. പിന്നെ 23 പാർട്ടീസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ മൻമോഹൻ സിംഗിന്റെ കഴിഞ്ഞ ഗവൺമെന്റിലും ഒരുപാട് പാർട്ടീസ് ഉണ്ടായിരുന്നു. അതിനെ മാനേജ് ചെയ്യുന്നതും അത്ര എളുപ്പമല്ല. പക്ഷേ രണ്ടുപേർക്കിടയിലും അത്രയ്ക്ക് ഒരു ഒത്തൊരുമയുണ്ടായിരുന്നു. ഒരുപക്ഷെ മനുഷ്യർക്കിടയിൽ ആ അക്കോമഡേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, മനുഷ്യർക്കിടയിൽ ആ വിഷൻ ഉണ്ടായിരുന്നെങ്കിൽ, അതുകൊണ്ട് എല്ലാറ്റിനെയും മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ വാജ്പേയിയുടെ ഒരു പ്രത്യേകത ഇതാണ്, അദ്ദേഹത്തിന് എല്ലാവരെയും മാനേജ് ചെയ്യാൻ പറ്റും. മൻമോഹൻ സിംഗിന്റെ കാര്യത്തിലും ഇതാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങളെയും മറ്റുള്ള പാർട്ടീസിനെയും ഇവർ മാനേജ് ചെയ്തേ പറ്റൂ.